ഹലോ നമസ്കാരം. റിവ്യൂ ജംഗ്ഷന്റെ രണ്ടാമത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുന്നു, ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഈ റിവ്യൂവിന്റെ ബേസിൽ ഈ സിനിമ കാണുകയോ കാണാതിരിക്കുകയോ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണണം. കാര്യം ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും അധ്വാനവുമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, നമുക്കെന്നാ റിവ്യൂയിലേക്ക് വരാം. ഹലോ മമ്മിയിലേക്ക്. ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയില് അറിയാലോ, നായകനായിട്ട് വരുന്നത് ഷറഫുദ്ദീൻ ആണ്. ഷറഫുദ്ദീന്റെ ക്യാരക്ടറിന്റെ പേര് ബോണി എന്നാണ്. ഐശ്വര്യലക്ഷ്മിയാണ് നായികയായിട്ട് വരുന്നത്. സ്റ്റെഫി എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ഐശ്വര്യലക്ഷ്മിയുടെ അച്ഛനായിട്ട് വരുന്ന ജഗദീഷാണ്. സാമുവൽ ആണെന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ ജോണി ആന്റണിയാണ് ഷറഫുദ്ദീന്റെ അച്ഛൻ റോൾ ചെയ്യുന്നത്. ബിച്ചു കൂട്ടുകാരനാണ്. ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മുടെ ഗുരുവായൂരമ്പലനടയിലൊക്കെ സിനിമയിലെ ഏറ്റവും കോമഡി കൊണ്ട് അർമാദിപ്പിച്ച നമ്മുടെ ജോയ്മാൻ, അദ്ദേഹമാണ് ബിച്ചു. പിന്നെ അജു വർഗീസ് ഉണ്ട്, ബിന്ദു പണിക്കർ ഉണ്ട്. അങ്ങനെ പോകുന്നു താരനിര. അത് പിന്നെ ഷറഫുദ്ദീൻ അദ്ദേഹത്തിന്റെ ഒരു അളിയനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. അതായത് ഷറഫുദ്ദീന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട്, തല്ലിപ്പുളി, അല്ല എവിടെയെങ്കിലും പോയി അടി ഉണ്ടാക്കുക. ആ അടി ഉണ്ടാക്കിയ കാശ് അദ്ദേഹത്തിന്റെ അച്ഛനായ ജോണി ആന്റണി കൊടുക്കുക. അങ്ങനെ ഒരു ടിപ്പിക്കൽ ഒരു തല്ലുകൊള്ളിത്തരമായിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഷറഫുദ്ദീന്റെ. ആ ഷറഫുദ്ദീൻ ഒരു പെറ്റ് ഷോപ്പ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അളിയന് ഒരു മാട്രിമോണിയൽ കമ്പനി ഉണ്ട്. അപ്പം ഈ നമ്മുടെ ആന്റണി ജോണി ആന്റണിയുടെ രണ്ട് മക്കളിലും മൂത്ത ആളാണ് ഇദ്ദേഹം. പുള്ളിക്കൊരു അനിയത്തിയോ ചേച്ചിയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കരിക്ക് സീരീസിനകത്തായിട്ടൊക്കെ വരുന്ന ആളുടെ പേര് എനിക്ക് അറിയത്തില്ല, അപ്പം ക്ഷമിക്കണം. അപ്പം ആ കുട്ടിയാണ്. അപ്പം ബോണിയുടെ കഥാപാത്രം ഒരു ഉത്തരവാദിത്വം വേണം എന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കല്യാണ പരിപാടിയിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം, അതിന്റെ കാര്യങ്ങളെല്ലാം. അപ്പം കല്യാണമേ കഴിക്കണ്ട എന്ന് തീരുമാനം നടക്കുന്ന ഒരാളാണ് ഷറഫുദ്ദീന്റെ കഥാപാത്രമായ ബോണി. ആ ബോണിക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ കല്യാണം വേണ്ട, നമുക്ക് സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് നിൽക്കുന്ന ആളാണ് ബിച്ചു, അതായത് ജോയ്മൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര്. അങ്ങനെ മനസ്സോടെ അദ്ദേഹം ഒരു പെണ്ണ് കാണാൻ പോകുന്നു. ആ പെണ്ണ് കാണാൻ പോകുന്ന വ്യക്തിയാണ് ഐശ്വര്യലക്ഷ്മി. അങ്ങനെ കല്യാണമേ കഴിക്കണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തി ആ കുട്ടി അവിടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടി ഇഷ്ടപ്പെടുകയും കല്യാണം കഴിക്കണമെന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അതായിരുന്നു ഷറഫുദ്ദീൻ്റെ. അപ്പം ഐശ്വര്യലക്ഷ്മിക്ക് ഒരു കഥയുണ്ട്. അതായത് ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഐശ്വര്യലക്ഷ്മിയുടെ അമ്മ മരിച്ചു പോകുന്നു. ഈ മരിച്ചു പോയെങ്കിലും ഐശ്വര്യലക്ഷ്മിയുടെ അമ്മ ഇപ്പോഴും ഐശ്വര്യയുടെ കഥാപാത്രമായ സ്റ്റെഫിയോടൊപ്പം ഉണ്ട്. അതായത് ഈ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവൾക്ക് ദോഷം വരുന്ന ഒന്നും സംഭവിക്കാതെ അതായത് ആ അമ്മയ്ക്ക് മരിച്ചുപോയെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് മാത്രമേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സ്റ്റെഫി എന്ന കഥാപാത്രത്തെയാണ് ഷറഫുദ്ദീന്റെ കഥാപാത്രമാണ് ബോണി കല്യാണം ആലോചിച്ച് വരുന്നതും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതും. ഇങ്ങനൊരു കഥ സ്റ്റെഫി പറയുമ്പോൾ, അതായത് ലക്ഷ്മി പറയുമ്പോൾ അത് വെറും ഒരു കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ഒരു സയൻസ്, അതായത് അതിൽ സ്റ്റെഫി അവതരിപ്പിക്കുന്ന കഥാപാത്രം, അതായത് സ്റ്റെഫി എന്ന കഥാപാത്രം ഒരു സയന്റിസ്റ്റ്, ആ ലൈനിൽ നിൽക്കുന്ന ഒരു വലിയ ഐക്യു അല്ലെങ്കിൽ ഒരു ബുജിയായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ അളിയൻ പറയുകയും ചെയ്യും, കല്യാണത്തിന് ഒഴിഞ്ഞു മാറാൻ അവൾ പല നമ്പറുകൾ ഇറക്കും. അപ്പം ഷറഫുദ്ദീൻ ചിന്തിക്കും, ഇതൊരു നമ്പർ മാത്രമാണ്, ഇങ്ങനെ ഒരു ആത്മാവിന്റെ കഥ, അല്ലാണ്ട് വേറെ ഇതിനകത്ത് സീരിയസ് ആയിട്ടൊന്നും ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കല്യാണത്തിന് ശേഷം അദ്ദേഹം, എന്നാൽ ഈ ആത്മാവിന്, അതായത് സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മരിച്ചുപോയ അമ്മയുടെ ആത്മാവിന് ഷറഫുദ്ദീന്റെ കഥാപാത്രത്തെ ആണെങ്കിൽ ഒട്ടും ഇഷ്ടവുമല്ല. അപ്പം ഈ കല്യാണം കഴിഞ്ഞ് അവരങ്ങോട്ടേക്ക് വരുമ്പം ഉണ്ടാവുന്ന ആ ആത്മാവും ഇതും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, ഒരു രസകരമായിട്ടൊരു ഒരു സിനിമയാണ് ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ. മലയാള സിനിമയിലെ ഏറ്റവും അതിമനോഹരമായ ഒരു സ്റ്റോറി ലൈൻ ആണ് ഹലോ മമ്മിയുടെ. അതായത് വല്ലാത്തൊരു പുതുമ ആ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, മരിച്ചുപോയ 20-25 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു ആത്മാവ് ഒരു മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ആ ആത്മാവിന് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തുടക്കത്തിൽ. എന്തൊരു പൊട്ടൻഷ്യൽ ഒരു സബ്ജക്റ്റ് ആയിരുന്നു അല്ലെ, അസാധ്യമായിട്ടൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഹലോ മമ്മിയുടെ ആദ്യ പകുതി. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആദ്യപകുതിയായിരുന്നു ഹലോ മമ്മിയുടെ. ആ കോമഡികളുണ്ട്. ഷറഫുദ്ദീന്റെ കഥാപാത്രം ഏറ്റവും ആപ്റ്റാണ്, ഈ ഒരു റോളിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടൊരു വ്യക്തിയാണ് ഷറഫുദ്ദീന്റെ കഥാപാത്രമായി ബോണി അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു തല്ലുകൊള്ളിത്തരം, അല്ലെങ്കിൽ ആ കോളേജ് ഡ്രോപ്പ് ഔട്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമില്ലായ്മ, എന്നാൽ അത് ആ രീതിയിൽ ഉള്ളൊരു ഫസ്റ്റ് ഹാഫാണ്. ഐശ്വര്യലക്ഷ്മി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോണി ആന്റണി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ജോണി ആന്റണി വൈഫായിട്ട് വരുന്ന നല്ലപോലെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം അതിമനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്.
എനിക്ക് എപ്പോഴും എന്റെ ഏറ്റവും എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആ ട്രെയിലർ തന്നെയായിരുന്നു ഒരു പക്ഷെ നമ്മളെ ഇതിലേക്ക് അടുപ്പിച്ച ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ. ഇത് ആ ട്രെയിലർ അതിമനോഹരമായിരുന്നു. ആ ട്രെയിലർ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് പൂർണ്ണ തൃപ്തി തന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അത് എവിടെയോ ഒരു എന്താണ് ഡീറെയിൽ ചെയ്തു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതായത് ഒരു തിരക്കഥയിൽ ഉണ്ടാവുന്ന ഒരു പാളിച്ച, തിരക്കഥയിൽ ഉണ്ടാകുന്ന പാളിച്ച എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ആ ഒരു ത്രിൽ എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ അതിമനോഹരം പറയാൻ കഴിച്ചാൽ അത്രയും സ്കോപ്പുള്ള ഒരു പ്ലോട്ട് ആയിരുന്നു ഈ സിനിമയുടെ. ത്രില്ലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഹൊറർ എലമെന്റ്സ് സൂപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന എന്നാൽ അതിമനോഹരമായിട്ട് അതിനെ പാക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇതൊരു ഡെഫിനറ്റ്ലി ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ സബ്ജക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കേണ്ടാത്ത ഒരു കാര്യമായിരുന്നു. കാര്യം കോമഡിയും ഹൊററും ഒരു വല്ലാത്ത കോമ്പിനേഷൻ ആണ്. അത് ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് ഫസ്റ്റ് ഹാഫ് ശരിക്കും വർക്കൗട്ട് ആവുന്നു. കാര്യം ഞാനിത് കണ്ടത് ഹൗസ്ഫുൾ ഷോയിലാണ്. സോ ആയിട്ട് ആ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ഫാമിലിയിൽ വന്നിരുന്ന് ചിരിക്കുന്നു. ആ ചിരിയിൽ ഒരു ഓളത്തിന് നമ്മൾ പോയി സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ പോകുമ്പോൾ അത് എവിടെയോ ആ സിനിമയുടെ ഒരു ഗ്രിപ്പ് എവിടെയോ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ബിന്ദു പണിക്കറിന്റെ ഒരു കഥാപാത്രമുണ്ട് കാഞ്ചമ്മ എന്ന് പറഞ്ഞിട്ട്. കാഞ്ചമ്മയ്ക്കും ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ കാഞ്ചമ്മയും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയസിലെല്ലാം ഒരു കോമഡി അവിടെ വെച്ചിട്ട് അത് വർക്ക്ഔട്ട് ആവുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് കുറച്ച് ചില സമയം ആ ക്യാരക്ടർ ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്. ചില സമയം ക്ലൈമാക്സ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കും ഈ ക്യാരക്ടർ എങ്ങനെ അവിടെ എത്തി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കാര്യം ആ ലാസ്റ്റ് കുറെ കാര്യങ്ങൾ വരുന്നിടത്ത് വേറൊരു സ്ഥലത്താണ്. അത് എങ്ങനെ അത് പെട്ടെന്ന് എത്തിപ്പറ്റുന്നു, അതെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ട് കുറെ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ കാഞ്ചമ്മയെ പോലെ ഒരു എന്തോ ആണെന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഒരു പഞ്ച്, ഒരു ബിൽഡപ്പ് കൊടുത്ത് അത്രയും ഒരു പഞ്ച് ആ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല സിനിമയിൽ. അപ്പൊ അവരെ ഒറ്റയ്ക്ക് അത് നേരിടുന്നു. അങ്ങനെ ഒരു വരുമ്പം ഒരുപാട് കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അത് എങ്ങനെ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ആ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോഴാണ് ഈ സിനിമയിൽ നിന്നും ആൾക്കാർ ചെറുതായിട്ടൊന്ന് പുറകോട്ട് പോകുന്നതായിട്ട് തോന്നി. സ്പെഷ്യലി എനിക്ക് എന്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കത് ഒരുപാട് കാര്യങ്ങളിൽ പിന്നോട്ടടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അവിടെ ഷറഫുദ്ദീന്റെ ഒരു ക്യാരക്ടർ ആദ്യ പകുതിയിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയും മറ്റു കാര്യങ്ങളോട്ട് നടന്ന ഒരു കഥാപാത്രം സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ആ കഥാപാത്രം ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളുണ്ട്. അതായത് ആ ഒരു ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഷറഫുദ്ദീൻ പോകുമ്പോൾ ഉള്ള അയാളുടെ ഒരു ഇമോഷണൽ ലൈന്, അത് ഷറഫുദ്ദീൻ ആക്ച്വലി കൺവിൻസ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഷറഫുദ്ദീന്റെ ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയൊരു ആ ഒരു നടനം എന്നുള്ള രീതിയിൽ ഒരു മികച്ച കഥാപാത്രം അല്ലെങ്കിൽ മികച്ച രീതിയിൽ അത് പുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കാര്യം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു സണ്ണി ഹിന്ദുജ, അദ്ദേഹമാണ് തോന്നുന്നത് എൻ്റെ ഒരു വില്ലൻ, അഷബ അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര്. അസാധ്യ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഇമ്പാക്ട് കൊടുക്കായിരുന്നു. അതാ പറഞ്ഞ ഈ സബ്ജക്റ്റിന് അസാധ്യമായിട്ടൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു, വല്ലാത്തൊരു പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ പോസിബിലിറ്റീസ് ഒക്കെ ഫുൾ പൊട്ടൻഷ്യൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ അതിന്റെ തിരക്കഥാകൃത്തിന് പറ്റിയില്ല എന്ന് എനിക്ക് പലപ്പോഴും പല സിറ്റുവേഷൻസിലും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം മേക്കിംഗ് വൈസ് ഇതിനകത്ത് ഒരു ഹൊറർ എലമെന്റ് പ്ലേസ് ചെയ്തിട്ടുള്ള മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ച് ആണ്. അതിനകത്ത് നമുക്ക് ഒരിക്കലും എന്ന് നമ്മൾ പറയത്തില്ല, സൂപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ആ ഹ്യൂമറും സൂപ്പറായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന മെയിൻ കഥാപാത്രങ്ങൾ ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇപ്പം അഷബ എന്ന് പറയുന്ന അതിന്റെ ഒരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് ഒക്കെ അവർ പിച്ച് ചെയ്യുന്ന സമയത്ത് എന്തുവാണ്, പക്ഷെ അത് അങ്ങോട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് എഴുത്തിന്റെ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്തോ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആയിരുന്നു അതിനകത്ത് ആ അഷബ അവർ ഗ്രൂപ്പിനകത്ത് വന്ന ഒരു സൂപ്പർ ആയിരുന്നു അതൊക്കെ. പക്ഷെ എത്രത്തോളം അതിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റി എന്ന് ചോദിച്ചാൽ അതിനൊരു ഇമ്പാക്ട് ഒരു 5% അല്ലെങ്കിൽ 10% മാത്രമേ അതിനകത്ത് ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മൾ നോക്കുക, പിന്നെ അതുപോലെ തന്നെ അതിന്റെ മ്യൂസിക് അതെന്തോ വർക്ക്ഔട്ട് ആയില്ല, ഒരു ഉഷാറായിട്ട് തോന്നിയില്ല. അതിന്റെ ഒരു മ്യൂസിക് സൈഡ് കുറച്ചും കൂടെ രീതിയിൽ അതിന്റെ ഒരു തിരക്കഥയിൽ വർക്ക് ചെയ്യുകയും കുറച്ചും കൂടെ നമ്മുടെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ, അതേപോലെ തന്നെ അവതരിപ്പിച്ച അഷബ എന്ന് പറയുന്ന അതിന്റെ ഒരു പുള്ളിയുടെ ഒരു ക്യാരക്ടർ, പിന്നെ അവരുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് കൺവിൻസിങ് ആകുന്ന രീതിയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അവനൊന്ന് ബിൽഡ് ചെയ്ത് പ്രോപ്പറായിട്ട് അവർക്ക് ഓരോ ബ്ലോക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് മലയാള സിനിമയിലെ ഒരു വലിയൊരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്കോപ്പും ഉള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഹലോ മമ്മിയുടെ. പിന്നെ എല്ലാ സിനിമയ്ക്ക് ഇപ്പൊ പറയുന്ന പോലെ പാർട്ട് 2 എന്ന് പറയുന്ന ഒരു ലെവലുണ്ടല്ലോ, അത് പലരും അരോചകമായിട്ടുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് പേഴ്സണലി ആക്ച്വലി അതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ ആ സ്കോപ്പ് ഇപ്പൊ ആൾക്കാർ അതിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ റീസൺ എന്ന് വെച്ചാൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയോണ്ടാണ് ജനങ്ങൾ അങ്ങനെ പറയുന്നത്. അത് ഇപ്പം ആ ഒരു രീതിയിൽ ഇപ്പോഴും സെക്കൻഡ് പാർട്ടിന് ഒരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ സ്കോപ്പ് എന്ന് പറയുന്നത് അതിന്റെ എഴുത്തിലാണ്. ആ ഒരു
ഈ പറയുന്ന അപ്പം അത്രയും നമ്മുടെ ബിന്ദു പണിക്കറിന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് അതിൽ നമ്മുടെ ഈ അഷബ പുള്ളി അതിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. അവർ അത്രയും ഭീകരന്മാരാണ്, അല്ലെങ്കിൽ അങ്ങ് വലിയ സ്പിരിറ്റ്സിനെ തേടി പോകുന്ന ഒരു വലിയ ഗ്രൂപ്പ് ആണെന്ന് പറയുന്ന അത്രയും ഒരു ബിൽഡപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഇമ്പാക്ട് ആൾക്കാർ ക്ലൈമാക്സ് എക്സ്പെക്ട് ചെയ്യും. കാര്യം ഇതിപ്പം വന്നപ്പം സംഭവം വലിയ വലിയ ഡയലോഗ് പറഞ്ഞെങ്കിലും ചുമ്മാ ഇങ്ങോട്ട് വന്ന് രണ്ടുപേരും ഇടിക്കുമ്പോൾ ഇവരെല്ലാം തീർന്നു പോകുക ചെയ്യുന്നത്. അവിടെ ആൾക്കാരിൽ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു വിഷ്വൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഹലോ മമ്മി സൂപ്പർ ആയിട്ട് പോയേനെ. കാര്യം നമുക്ക് എപ്പോഴും ഒരു ഫാന്റസിയോട് നമുക്ക് ജനങ്ങൾക്ക് ഇന്നും ഒരു ഇഷ്ടം കൂടുതലാണല്ലോ. പ്രത്യേകിച്ച് ഹൊറർ സിനിമ അല്ലെങ്കിൽ ഹൊറർ കോമഡി നമ്മൾ തമിഴിലൊക്കെ ഈ തമിഴിൽ കാണിക്കുന്ന ഒരു കോപ്രായമല്ല ആക്ച്വലി ഹലോ. ഹലോ കുറച്ചും കൂടെ ക്ലാസ് ആണ്, നീറ്റ് ആയിട്ടാണ് അതിനകത്ത് കോമഡി മറ്റു കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് എവിടെ ഒരു തെറ്റ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ആത്മാവ് മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിന്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിൽ അതിനൊത്തൊരു ഒരു 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 പഞ്ചുള്ള ഒരു ക്ലൈമാക്സ് ആയിരിക്കണം അപ്പുറത്ത് കൊടുക്കാൻ, എന്നാൽ മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു വലിയ ബാക്ക് ഡ്രോപ്പിൽ അതിനകത്തൊരു ഒരു 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 പുള്ളി വരുന്നുണ്ട് ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പം ആ മേക്കപ്പ് കൊള്ളാം, എല്ലാം ഉഷാറാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അത്രയും വമ്പൻ ഒരു ടീമെന്ന് പ്രസന്റ് ചെയ്തിട്ട് അവരെ ഒന്നുമല്ലാതാക്കുന്ന ഒരു ലൈനിലോട്ട് കൊണ്ടുവന്ന് ക്ലൈമാക്സ് കൊണ്ടുവന്ന് എൻഡ് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മളത് ഡിസപ്പോയിന്റഡ് ആവും. അതാണ് ആക്ച്വലി ഹലോ മമ്മിക്ക് സംഭവിച്ചത്. അതല്ലാണ്ട് പക്ഷെ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ തന്നെയാണ് ഹലോ മമ്മി. പക്ഷെ അത് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അതാണ് നമ്മുടെ എന്റെ പേഴ്സണൽ വേഷം, അത് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് മലയാള സിനിമയിലെ ഒരു വൻപൻ ഒരു 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 അടുത്തൊരു 50 കോടിക്കൊക്കെ ഉള്ള ഒരു ലൈനിൽ പോകാൻ പറ്റുന്ന എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും കിടിലൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു എൻ്റെ. അപ്പൊ അത് സംഭവിക്കാൻ പോവാതിന്റെ ഒരു നിരാശ എൻ്റെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത് കുഴപ്പമില്ലാത്ത രീതിയിൽ തിയേറ്ററിൽ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ, ഒരു അമിത പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലാണ്ട് കൊച്ചു കൊച്ചു ഒരു 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 കൊച്ചു കൊച്ചു തമാശകളും വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളായിട്ട് നിങ്ങൾക്ക് പോകാം, വിഷയമൊന്നുമില്ല. കാര്യം അത്രയും വലിയ ഹൊറർ ഫാക്ടർ ഒന്നും അതിൽ വർക്ക്ഔട്ട് ആവുന്നൊന്നുമില്ല. ബട്ട് കൊച്ചു കൊച്ചു തമാശകളും എന്നാൽ ആ പ്രേതത്തിന്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അതൊക്കെ ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ സൂപ്പറായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇരിക്കുകയാണ്, ചുമ്മാ എന്തെങ്കിലും ഒരു സിനിമ കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹലോ മമ്മി നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണലി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാൽ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊരു ബ്ലോക്ക് ബസ്റ്ററിലോട്ട് പോയേനെ. കാര്യം ആ ക്ലൈമാക്സിലോട്ട് ആ വില്ലന്മാർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസും ഒരു കുറച്ചും കൂടി ഒരു വമ്പൻ ഒരു ഇതും കൂടെ ഒരു ബ്ലോക്കും കൂടെ അവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു പണിക്കറിന്റെ ക്യാരക്ടറിനും കൂടെ കുറച്ചും കൂടെ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഒരുപാട് അവസരങ്ങളുള്ള കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ സണ്ണി ഇന്ത്യയൊക്കെ അവതരിപ്പിച്ച കഥാപാത്രം അസാധ് സ്ക്രീൻ പ്രസൻസ് ആ പുള്ളിയുടെ. അപ്പം പുള്ളിക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു സ്പേസ് കൊടുത്ത് അയാളെ കുറച്ചും കൂടി ഒരു വമ്പൻ ഭയാനകമായിട്ടൊരു വില്ലനൊക്കെ ആക്കി അവരുടെ ഗ്രൂപ്പിനെ വലിയ രീതിയിലൊരു ഇമ്പാക്ട് ഒക്കെ കൊടുത്ത് ഈ ഒരു പാർട്ട് എൻഡ് ചെയ്ത് സെക്കൻഡ് പാർട്ടിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റി ഉണ്ടായാണ്. സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി എങ്ങനെ അവർ പിന്നെയും വരുന്നു എന്നൊക്കെ രീതിയിൽ ഒരു ഇത് വന്നേനെ. ഇതിപ്പം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയത് ഈ പറയുന്ന കഥാപാത്രങ്ങൾക്കും അതിന്റെ ബാക്ക് ഡ്രോപ്പിനും ഒരു ഒട്ടും ഒരു വളരെ ലേസി റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പോയോണ്ടാണ് സെക്കൻഡ് പാർട്ടിനെ ആൾക്കാർക്ക് പിച്ചിട്ട് ഒരു മുഖം കറുത്ത് കാണുന്നത്. അല്ലാണ്ട് വേറൊന്നുമില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു പക്ഷേ സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടി അതിമനോഹരമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. സോ സെക്കൻഡ് പാർട്ടിന് ഇതിന്റെ ക്രൂ മെമ്പേഴ്സിന് ബെസ്റ്റ് ഓഫ് ലക്ക്. അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യട്ടെ. നിങ്ങൾ പ്രേക്ഷകരോടാണ് ഇത് തികച്ചും വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പക്ഷെ ഒരു കൊച്ചു സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ചെറിയൊരു പ്രേതപ്പടമൊക്കെ കണ്ട് ഇച്ചിരി തമാശയും മറ്റു കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തുന്നതാവില്ല. ചുമ്മാ ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമയാണ്. എനിക്കൊരു പേഴ്സണലി ഇതൊരു സ്ട്രിക്ട്ലി ഒരു ആവറേജ് ടു എബാവറേജ് ലൈനിലാണ് ഈ സിനിമ നിൽക്കുന്നത്. ഒരു 2.5 സ്റ്റാർ ആണ് ഔട്ട് ഓഫ് 5 ഞാൻ കൊടുക്കുക. സോ ഇതാണ് ഹലോ മമ്മി. താങ്ക് യു. ബൈ ദ വേ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.